തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവഗണനയിൽ ലീഗിന് വീണ്ടും മറ്റൊരു ലീഗിന്റെ വാർത്ത തന്നെയാണ് വരുന്നത്. ലീഗിന് അമർഷം. തെക്കൻ കേരളത്തിൽ ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാതെ ലീഗിനെ അവഗണിച്ചു. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ലീഗിനെ തഴഞ്ഞത്. സാദിഖ് അലി തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസ് അവഗണിച്ചതിൽ ലീഗിന് പ്രതിഷേധം. നമുക്ക് ആദ്യം തന്നെ പ്രതികരണത്തിലേക്ക് പോകാം. തെക്കൻ മേഖലയിൽ പരാതിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. തെക്കൻ മേഖലയിൽ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിന് ഇവിടെ അർഹതപ്പെട്ട സീറ്റുകൾ ലഭിക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമഘട്ടത്തിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിലേക്കായാലും മറ്റ് ബ്ലോക്കിലോ സാധാരണ ഗ്രാമപഞ്ചായത്തിലേക്കായാലും ഒക്കെ തന്നെ അതൊക്കെ സജീവമായിട്ടുള്ള ചർച്ച നടക്കുന്നു. പി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. അതായത് സാദിഖ് അലി തങ്ങൾ തുറന്നു പറയുകയാണ്, തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തഴയിൽ അത് ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇനി എന്തിനാണ്? കാരണം സമയമൊക്കെ അവസാനിച്ചിരിക്കുന്നു. നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ച് ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധനയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും അവരുടെ നടപടികളൊക്കെ ആ പറഞ്ഞ ഷെഡ്യൂൾ ചെയ്ത നടപടികളൊക്കെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇപ്പോഴും UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമായിട്ടില്ല. ഭദ്ര, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് പാണക്കാട് സാദിഖ് അലി തങ്ങൾ 2 ദിവസം മുമ്പ് നടത്തിയ പ്രതികരണമാണിത്. കാരണം ആ ഘട്ടങ്ങളിൽ തെക്കൻ കേരളത്തിൽ ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും കോൺഗ്രസ് അവഗണിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ലീഗിന്റെ നേതാക്കൾക്കുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇത്തരമൊരു മറുപടി നൽകിയത് 2 ദിവസം മുമ്പാണ്. അതിനകത്ത് വളരെ കൃത്യമായി അദ്ദേഹം ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം ഈ നോമിനേഷൻ സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, തങ്ങളെ കോൺഗ്രസ് പൂർണ്ണമായും അംഗീകരിച്ച് തങ്ങൾ ആവശ്യപ്പെട്ട സീറ്റുകളൊക്കെ നൽകും എന്നുള്ളതായിരുന്നു ലീഗ് നേതാക്കളുടെ വിശ്വാസം. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, തെക്കൻ കേരളത്തെ സംബന്ധിച്ച് പരാതി ഇല്ല എന്ന് പറയുന്നില്ല. മാധ്യമങ്ങളോട് അങ്ങനെ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കടുത്ത അവഗണനയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പരാതിയും ഒക്കെ ലീഗിനുണ്ട്. അതുതന്നെയാണ് അന്ന് പാണക്കാട് തങ്ങളുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമായിരിക്കുന്നതും. പക്ഷെ അദ്ദേഹം എന്ന് പറഞ്ഞത് ഈ 2 ദിവസം കൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, അന്തിമഘട്ടമാകുമ്പോഴേക്കും ലീഗിന് അർഹമായ പരിഗണന ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ തെക്കൻ കേരളത്തിൻ്റെ ഒരു സ്ഥിതിയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസ് ലീഗിനെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ജില്ലയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ കോട്ടയത്താണെങ്കിൽ അവിടെ 2 സീറ്റുകളായിരുന്നു കോൺഗ്രസിനോട് ലീഗ് ആവശ്യപ്പെട്ടത്. ജില്ലാ പഞ്ചായത്തിലേക്ക് 2 സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. അവിടെ നിരന്തരമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ആ സീറ്റുകൾ ഒരു കാരണവശാലും നൽകുന്നതിന് വേണ്ടി ഇവർ തയ്യാറായിരുന്നില്ല. മുണ്ടക്കയം, എരുമേലി ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്തിലെ മുണ്ടക്കയം, എരുമേലി ഡിവിഷനുകളായിരുന്നു ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അത്തരമൊരു പരിഗണന പോലും നൽകാതെ ഏറ്റവും ഒടുവിൽ ഒരു സീറ്റ് നൽകാം എന്നൊരു ധാരണയിൽ, അതായത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നതുകൊണ്ട് തന്നെ ഒരു സീറ്റ് നൽകാം എന്ന ധാരണയിൽ വൈക്കം ഡിവിഷൻ ലീഗിന് നൽകാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചു. പക്ഷേ വൈക്കത്ത് മുസ്ലിം ലീഗിന് മത്സരിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം വന്നു. മത്സരിക്കാൻ ആളെ കിട്ടാത്തത് കൊണ്ട് തന്നെ ആ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കുന്നൊരു സാഹചര്യം, അതായത് പൂർണ്ണമായും കോട്ടയത്ത് അവഗണിച്ചു. സീറ്റ് നൽകിയിട്ട് പോലും അപമാനിക്കുന്ന തരത്തിലേക്ക് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാതെ മത്സരിക്കാൻ ആളില്ലാത്ത വൈക്കത്ത് സീറ്റ് നൽകുന്നു. അവിടെ ആ സീറ്റ് പിന്നീട് കോൺഗ്രസ് തന്നെ തിരിച്ചെടുക്കുന്നു. കൊല്ലത്ത് നേരത്തെ രാജ്കുമാർ വളരെ കൃത്യമായി വളരെ വിശദമായി റിപ്പോർട്ടിംഗ് നടത്തിയിരുന്നു. അവിടെയും പല കേന്ദ്രങ്ങളിലും ലീഗിനെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ലീഗ് അവിടെ നിയമസഭയിലേക്ക് ഉൾപ്പെടെ മത്സരിച്ചൊരു ജില്ലയാണ്. പിന്നീട് പതിയെ ലീഗിനെ പൂർണ്ണമായും കോൺഗ്രസ് വിഴുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കൊല്ലത്ത് 5-ൽ അവിടെ സാധാരണ ചെയ്യാറ് ലീഗിന് സീറ്റ് കൊടുക്കും, ലീഗ് മത്സരിക്കുമ്പോൾ അതിന് റിബലായി കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, നേതാക്കളുടെ തന്നെ അറിവോടുകൂടി റിബൽ സ്ഥാനാർത്ഥികളായി കോൺഗ്രസിൻ്റെ നേതാക്കൾ വരുമെന്നുള്ളതാണ്. ഇത്തവണയും അതുതന്നെയായിരുന്നു. 5-ൽ അവിടെ സീറ്റ് നൽകി ലീഗിൻ്റെ സ്ഥാനാർത്ഥി രംഗത്ത് വരികയും ചെയ്തു. അഞ്ചൽ ബദറുദ്ദീൻ അവിടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ അവിടുത്തെ 3 പഞ്ചായത്തിലെ 17 സ്ഥാനാർത്ഥികളും ഈ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരികയാണ്. ലീഗിൻ്റെതാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെങ്കിൽ നോമിനേഷൻ പിൻവലിക്കും എന്നുള്ളൊരു ഭീഷണി. അങ്ങനെ ലീഗിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കൊല്ലത്ത്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ അവിടെ ജില്ലാ പഞ്ചായത്തിൽ ലീഗിന് ഒരു സീറ്റുമില്ല. ചിറ്റാർ ഡിവിഷൻ ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് അവിടെ വഴങ്ങിയിട്ടില്ല. കോൺഗ്രസ് 14, കേരള കോൺഗ്രസ് 3 സീറ്റുകൾ മത്സരിക്കുമ്പോൾ ലീഗിന് അവിടെ 0 സീറ്റാണ്. ഒരു തരത്തിലുള്ള പരിഗണനയും ലീഗിന് നൽകിയിട്ടില്ല. പത്തനംതിട്ട നഗരസഭയിലും ലീഗിനെ പരിഗണിക്കാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ലീഗ് സ്ഥാനാർത്ഥി അവിടെ നോമിനേഷൻ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ആലപ്പുഴയിലാണെങ്കിൽ അമ്പലപ്പുഴ
ജില്ലാ പഞ്ചായത്ത് വാർഡാണ് ലീഗ് ആവശ്യപ്പെട്ടത്. അവിടെയും ലീഗിന് പരിഗണന നൽകിയില്ല. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അപ്പോൾ റിബലായി ഇപ്പോൾ അവിടെ MSFന്റെ നേതാവ് പത്രിക നൽകിയിരിക്കുകയാണ്. ഇതാണ് തെക്കൻ കേരളത്തിലെ ഒരു പൊതുചിത്രം. അതായത് മുസ്ലിം ലീഗിനെ പൂർണ്ണമായും അവഗണിക്കുന്നു. ഒരു തരത്തിലുള്ള പരിഗണനയും പാണക്കാട് തങ്ങൾ നേരിട്ടാണ് KPCC നേതൃത്വത്തോട് തെക്കൻ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ലീഗിനെ ആവശ്യമായ സീറ്റ് നൽകണമെന്നും ആവശ്യപ്പെട്ടത്. പക്ഷേ അതൊന്നും തന്നെ പരിഗണിച്ചില്ല. കോൺഗ്രസിന്റെ ഭയം എന്നുള്ളത് തെക്കൻ കേരളത്തിൽ ലീഗിന് അമിത പ്രാധാന്യം നൽകിയാൽ അവിടെ ക്രൈസ്തവ നായർ വോട്ടുകളൊക്കെ എതിരാകും, ആ വിഭാഗങ്ങളൊക്കെ എതിരായ നിലപാട് സ്വീകരിക്കും, തിരിച്ചടിയാകും എന്നുള്ളൊരു ഭീതിയാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് ലീഗിൻ്റെ നേതാക്കളൊക്കെ നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിലൊക്കെ പറയുന്നത്. നേരെ മറിച്ച് മലപ്പുറത്ത് ഉൾപ്പെടെ ലീഗ് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ലീഗിന് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ കോൺഗ്രസിൻ്റെ ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ സീറ്റുകളൊക്കെ നൽകി കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ലീഗിൻ്റെ പ്രവർത്തകരാണ്. പക്ഷേ തെക്കൻ കേരളത്തിൽ ഒരു തരത്തിലുള്ള പരിഗണനയുമില്ല, കടുത്ത അവഗണനയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഭദ്ര ലീഗിനകത്ത് ഉയരുന്നത്.